നീ എന്തിനാണ് ചെറുക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അതിന് മാത്രം ഇവിടെ ഇപ്പൊ എന്തോ സംഭവിച്ചേ? ഒരച്ഛന്റെ സ്നേഹം കിട്ടാതെ ദുഃഖിച്ചിരിക്കുന്ന മകന്റെ വിഷമം ചേട്ടത്തിക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തുന്നു. അയ്യോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും അച്ഛൻ നിന്നെ രാവിലെയും വൈകിട്ടും മടിയിലെടുത്ത് വെച്ച് പുന്നാരിക്കുമല്ലായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞ ചേട്ടത്തിക്കൊന്നും മനസ്സിലാകത്തില്ലെന്ന്. സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്ന് കരയുമ്പോൾ അറിയാതെ ഉരുളുന്ന അച്ഛനെയാണ് എനിക്കിഷ്ടം. നിനക്ക് എന്താണ് ചെറുക്ക? എണീറ്റ് പോയി വല്ല പണി നോക്കടാ. എനിക്ക് പറ്റുന്നൊന്നുമില്ല. എന്ത് പറ്റത്തില്ലെന്ന്? എടാ, അച്ഛൻ ഇതൊക്കെ 2 ദിവസം കഴിയുമ്പോ മറന്നിട്ട് പിന്നെ വന്നത് പഴയ പോലെ ആവും. അങ്ങനെ മറക്കത്തൊന്നും ഇല്ലെന്ന്. പറഞ്ഞു മറക്കത്തില്ല? മറക്കത്തില്ല. എന്തോ കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ തള്ളി പറഞ്ഞത്. തള്ളി പറഞ്ഞോ? ആ, എന്റെ മുഖത്ത് നോക്കി പറഞ്ഞ ഞാൻ മോനല്ലെന്ന്. അതാണ്ട് ഇവിടെ ഇവിടാണ് കൊണ്ടത്. അമ്പുപോലെ. ആ അമ്പ് ഇപ്പൊ തൽക്കാലം അവിടെ തന്നെ ഇരിക്കട്ടെ. നീ പോയി വേറെ വല്ല പണി നോക്ക് പോ. ഇതാ പറഞ്ഞ ചേട്ടത്തി കാണിച്ചവരില്ലെന്ന്. എടാ, ഇത് നോക്കിയേ, എന്റെ കണ്ണിൽ അല്ലെങ്കിൽ തന്നെ കുറച്ച് ചോര അധികമാ. ആണോ? ആ, ചേട്ടത്തി അച്ഛൻ 2 ദിവസം അല്ലെ പോട്ട് ഒരാഴ്ച വീണ്ടായിരുന്ന ചേട്ടത്തി എന്ത് ചെയ്യും? സത്യത്തിൽ എന്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് 10 ദിവസമായി. ആ, ചേട്ടത്തിക്ക് അങ്ങനെയൊക്കെ പറയാം. എനിക്ക് അതുപോലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല. ആര് പറഞ്ഞു നിനക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലെന്ന്? ആരെങ്കിലും എന്റെ അച്ഛൻ എവിടെ പോയെന്ന് ചോദിച്ചാലേ അച്ഛൻ പറയാൻ പറഞ്ഞ എന്തെന്ന് അറിയാമോ? കാശിക്ക് പോയെന്ന്. അങ്ങനെ പറഞ്ഞു? ആ, അങ്ങനെ പറഞ്ഞു. നീ പോയി നിന്റെ പണി വല്ല നോക്കണം. അച്ഛൻ അങ്ങനെ പലതും പറയും. അതൊന്നുമില്ല. എന്റെ ഒരു പിഞ്ച് മനസ്സാണ്, ലോല ഹൃദയമാ. അത് കാറ്റ് താടി ചെറിയ കാറ്റ് വരും ചാഞ്ചാടി വലാനൊക്കെ. നീ അങ്ങനെ ഇപ്പൊ തൽക്കാലം ചാഞ്ചാടാൻ നിക്കണ്ട. നീ ഇത് കയറി പിടിക്കാതെ നീ നിന്റെ എന്തെങ്കിലും ജോലി ചേർക്കാ. എന്താണ് ചേട്ടത്തി നിങ്ങളുടെ ചർച്ച? അച്ഛന്റെ സ്നേഹം കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന മകനാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് എടുത്ത് കുശലം പറയാൻ പറ്റരുത്. നിന്റെ അച്ഛന് സ്നേഹം കിട്ടുന്നില്ല, ഇതൊക്കെതായിട്ടുള്ള കാരണം കാണും. ആ കാരണം എന്താന്ന് ഒത്തുകൊണ്ടാ നമ്മൾ അന്വേഷിച്ചോണ്ടിരിക്കുന്നേ. അതിപ്പോ അന്വേഷിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. ഇവനല്ലേ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പോവാ. ഒന്ന് ചുമ്മാ ഇരുത്തോണ്ട, അല്ലെങ്കിൽ തന്നെ അവന്റെ മനസ്സ് വിഷമിച്ചിരിക്കുക. അയ്യോ, ഭയങ്കര വിഷമം തന്നെ. എനിക്കതല്ല പേടി. ഇതിങ്ങനെ തുടർന്നു പോയാലേ ഈ വീടും പറയുമ്പോ അച്ഛൻ എന്റെ പേരിൽ എഴുതി തരുമെന്നാണ്. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. തിരിച്ചു കിട്ടാത്ത സ്നേഹം മനസ്സിന്റെ വിങ്ങല്. അതിന്റെ അത്ര ബലമൊന്നുമില്ല ഈ വീടിനും പറമ്പിനും കല്ലിലും മണ്ണിനും തീർത്ത ഇതിലൊന്നും. ആ, ചിരിക്കുന്നുണ്ടോ? ഇല്ല, ചിരിക്കും. ഞാൻ എന്താ ചങ്കെടുത്ത് കാണിച്ചാലും തുടിസം ചെയ്യുന്ന അവിടെ ഉള്ളവർ പറയുന്നത്. ചിരിക്കട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പോകുന്നു. തിരിച്ചു ആർമാച്ച് ചിരിച്ചല്ലാരും. എന്തുത്തണ്ണ അവന് സത്യത്തിൽ നല്ല വിഷമമുണ്ട്. ഇതൊക്കെ അവന്റെ നമ്പർ അല്ലേ? നമ്പർ ഒന്നും അല്ല ഉത്തണ്ണ. എന്ത് വർത്താനോ? അച്ഛന്റെ ഭാഗത്ത് നോക്കുമ്പോ ഇതെന്തോ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. നിങ്ങളത് ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ലല്ലോ, അവൻ നിങ്ങളുടെ ഒരേ ഒരു അനിയനല്ലേ? അയ്യോ, ഒരേ ഒരു അനിയൻ ഒന്നും മതിയല്ല. ഇതെന്താ ചെയ്തോണ്ടിരിക്കുക? ഇത് പറഞ്ഞു തരാം. ഇതുണ്ടല്ലോ, കണ്ടാ? കണ്ടു. ഇത് ഇതായിട്ട് മാറും. എന്നിട്ട് നമ്മളും കൂടെ താമസം മാറോ? നമ്മൾ ഇതിനകത്തൊക്കെ താമസം മാറും? നമ്മളല്ല, വേറെ കിട്ടുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞുതരാം. 5 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് ആണ്. കുറവേ ഉള്ളൂ. 5 രൂപ എടുക്കാനില്ല, അന്നേരം 5 ലക്ഷത്തിന്റെ പ്രോജക്റ്റ്. എനിക്ക് വേണ്ട. ആ കഴിക്ക് കണ്ണാ, ഇത് നല്ല ഓറഞ്ചാ. വൈറ്റമിൻ സി ഉണ്ട് ഇതിനകത്ത്. എനിക്ക് വേണ്ട, എനിക്ക് വൈറ്റമിൻ സി വേണ്ട. അങ്ങനെ പറഞ്ഞാ എങ്ങനെ? അത് കഴിച്ചത് വായിലിട്ടേ. ദേ ഇതും കൂടെ ഉണ്ട്. പ്രതിമയാളാ? അച്ഛാ, 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 മക്കളെ, നീ പറഞ്ഞ കറക്റ്റ്. നമ്മൾ 2 പ്രതിമകളാണ്, അവഹേളിക്കപ്പെട്ട 2 മനുഷ്യരുടെ പ്രതിമകൾ. എന്തൊക്കെയാടാ ശിവ നീ പറയുന്നേ? പിന്നല്ല, ആ സുമേഷ് ചേർക്കാൻ പറയണാണ് കറക്റ്റ്. ഞാൻ ആദ്യം അവനെ സംശയിച്ചെങ്കിൽ എവന്റെ ഭാഗത്താണ് ന്യായം. സത്യം പിന്നെ അല്ലാതെ നമ്മൾ ഈ വലിയ കാര്യവും ബഹുമാനവും സ്നേഹവും കൊടുക്കണവരെ നമ്മൾ അവഗണിക്കുമ്പോൾ വേദന എനിക്ക് മനസ്സിലായടാ. ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്റെ വേദന മനസ്സിലാക്കുക. ഒരാളെങ്കിലും ഈ വീട്ടിൽ. 2 എണ്ണത്തിനോടുകൂടെ ഞാനൊരു കാര്യം പറയാൻ പോവാ. ഇവിടെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ആരാ നിന്നെയൊക്കെ അവഗണിച്ചേ? ആരും അവഗണിച്ചിട്ടില്ലേ? എന്നിട്ടാണ് അച്ഛൻ അടുത്ത് പിണങ്ങി കിടക്കുന്നത്. അത് വേണമെങ്കിൽ പോട്ടെന്ന് നോക്കിയാം. സ്വന്തം കുടുംബത്തിൽ അപ്പച്ചി അവഗണിച്ച എങ്ങനെ ഇരിക്കും? ചെറുക്കം, മനുഷ്യ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത് കേട്ടോ. അച്ഛാ, എന്താ ശല്യം പ്രശ്നം? മക്കളെ, ശരിക്കുള്ള പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റാത്തതാണ് ഇവിടുത്തെ എല്ലാവരുടെയും പ്രശ്നം. സുമേഷ് പറഞ്ഞുതരാം. മക്കളുടെ അച്ഛൻ മക്കളുടെ അടുത്ത് പിണങ്ങിയിരുന്ന മക്കൾക്ക് എന്ത് തോന്നും? നീ ഉദാഹരണം പറഞ്ഞോളൂ. നീ എന്റെ ചെറുക്കൻ്റെ തോരെന്ന് പറഞ്ഞോണ്ട് കണ്ട. എനിക്ക് അവൻ്റെ അടുത്ത് ഒരു പണക്കോ ഇല്ല, അവൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. കണ്ട മോനെ, അച്ഛന്റെ സ്നേഹം കണ്ടോ? ഇത് കിട്ടാതാണ് ഞാൻ ഈ രാവിലെ വീട്ടിൽ ഇങ്ങനെ അലിഞ്ഞിതിരിഞ്ഞ് നടക്കുന്നത്. എടാ, അച്ഛന് നിന്റെ അടുത്ത് ഒരു സ്നേഹക്കുറവും ഇല്ല. അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങ് പറഞ്ഞു പോയതായിരിക്കും. അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞത്. അപ്പച്ചി എന്ത് ദേഷ്യത്തിന്റെ പുറത്താണ് എന്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചത്? എടാ, നീ വെറുതെ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് കേട്ടോ ശിവ. ഇതാണമ്മ ഇതിന്റെ ഒരു കുഴപ്പം. പറയുന്നവർക്കൊന്നും മനസ്സിലാവത്തില്ല, കേൾക്കുന്നവർക്ക് ഭയങ്കര വേദനയായിരിക്കും. കറക്റ്റാ, കറക്റ്റ് ആയിട്ടാണ് അത്. പോടാ, ഇങ്ങോട്ട് വാ കണ്ണ. ഇവിടെ നിന്നാ നിനക്കും എനിക്കും എല്ലാവർക്കും വട്ടുപിടിക്കും. വാ, നീ ഇത് കഴിക്കും. ആർക്കും ഒരു ഇതില്ല. അത് തന്നെ ഒന്നും മനസ്സിലാക്കില്ല. അത് മതി. എനിക്ക് കൊണ്ടത് പോട്ടെ.